അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം നമ്മെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലൊരു അംഗമായി നമുക്ക് അവസരം നൽകി എന്നതാണ്. മറ്റു പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്കൊന്നും ലഭിക്കാത്ത അനേകം സവിശേഷതകളും ആനുകൂല്യങ്ങളും ഒക്കെ നൽകപ്പെട്ടവരാണ് നമ്മൾ, ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, അള്ളാഹുവിനോട് നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. അള്ളാഹു നമുക്ക് നമ്മുടെ ദുആക്ക്, നമ്മുടെ ആവശ്യത്തിന് അള്ളാഹു തആല ഉത്തരം നൽകുമെന്നത്. മുൻകാല പ്രവാചകന്മാരുടെ പ്രത്യേകത, അവരുടെ സമുദായങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ സമുദായത്തിലെ അംഗങ്ങൾ വന്ന് ആദ്യം നബിയോട് വന്ന് പറയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനാണ് എന്നിട്ട് അള്ളാഹുവിനോട് ആ കാര്യത്തിനു വേണ്ടി ദുആ ചെയ്യുക. അവർക്ക് നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നത് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് കിട്ടിയ വലിയ ആനുകൂല്യമാണ്. അതിനേക്കാൾ അപ്പുറം അള്ളാഹുവിനത് വലിയ താല്പര്യവുമാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യാത്ത ആളുകളോട് അള്ളാഹുവിന് താല്പര്യക്കുറവുണ്ടാകും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യാൻ മറക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് അവർക്ക് ഇസ്തിക്ബാർ ഉണ്ടാകുന്നവരാണ് എന്നാണ്. അതൊരു അഹന്തയുടെ ഭാഗമാണ് എന്നതാണ്. കാരണം നമ്മളൊരു അബ്ദാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന അടിമത്വ ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അടിമബോധമാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അബ്ദാണ് എന്ന ഒരു തിരിച്ചറിവാണ്. അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇടയ്ക്കിടെ അള്ളാഹുവിലേക്ക് വിധേയപ്പെട്ടുകൊണ്ടേയിരിക്കും. ദുആഇൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതൊരു വിധേയപ്പെടലാണ്, അള്ളാഹുവിലേക്ക് പൂർണ്ണമായി വണങ്ങലാണ്. അള്ളാഹുവിൻ്റെ അധികാരത്തെ, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയെ, എൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന തിരിച്ചറിവോടുകൂടി റബ്ബിന് മുമ്പിൽ വിധേയപ്പെടലാണ് ദുആ. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു തആല അതിന് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തതും ദുആ ചെയ്യുന്ന ആളുകളോട് പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് പറയുന്നതും ഇല്ലാത്ത ആളുകളോട് അള്ളാഹുവിന് താല്പര്യക്കുറവുണ്ട് എന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്. ദുആഇന് നമ്മുടെ വിധേയപ്പെടൽ അവിടെ വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം കിട്ടാൻ അനേകം മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മൾ പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അപ്പോൾ ആ വിധേയപ്പെടലിന് തടസ്സമുണ്ടാകുന്ന ധിക്കാര മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടാകണം ചോദിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ, പിന്നെ അതിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളുകൾ, തെറ്റുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുടെ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി ദുആ ചെയ്യണമെന്നാണ്. വിശുദ്ധ നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആ മിൻ ഖൽബിൻ ഗാഫിൽ, അശ്രദ്ധയോടുകൂടി ദുആ ചെയ്യുന്ന ആളുകളുടെ ദുആകൾ അള്ളാഹു സ്വീകരിക്കില്ല എന്ന്. അപ്പോൾ അതിലേറ്റവും പ്രധാനം ഇതാണ്. ഇതൊരു വണങ്ങലും വഴങ്ങലും വിധേയപ്പെടലും അനുസരണ കാണിക്കലും ഒക്കെയാണ്. അപ്പോൾ അവിടെ അശ്രദ്ധയുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ ഒട്ടും ഭൂഷണമല്ല. ഇതുപോലെ ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി വ്യത്യസ്തമായ മാർഗങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദുആ കൊണ്ടൊരാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിലേക്കുള്ള പൂർണ്ണമായൊരു വണങ്ങലാണ്. അങ്ങനെ വണങ്ങിയിട്ട് അള്ളാഹുവിനോടൊരു കാര്യം ആവശ്യപ്പെടലാണ്. ആ ആവശ്യപ്പെടൽ അള്ളാഹു തന്നെ നമുക്ക് നടപ്പിലാക്കി തരലുമാണ്. അപ്പോൾ അതിന് നിരവധി പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങളും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള
അവസരങ്ങൾ അതിന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ സമയത്തെ പരിഗണിക്കുക എന്നത്. എന്ന് പറഞ്ഞാൽ ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സമയങ്ങളെ പരിഗണിക്കുക. അർദ്ധരാത്രിയിൽ, ഫറദ് നിസ്കാരങ്ങൾക്ക് ഉടനെയുള്ള സമയങ്ങൾ, അപ്പോൾ അത്തരം സമയങ്ങൾക്ക് കൂടുതൽ ഉത്തരം കിട്ടുമെന്ന് ശരീഅത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ ചില സ്ഥലങ്ങൾ, സവിശേഷമായ സ്ഥലങ്ങൾ, ഇപ്പോൾ കഅബയുടെ പ്രത്യേകമായ സ്ഥലങ്ങൾ, ഇപ്പോൾ മീസാബ്, കഅബയുടെ പാത്തിയുടെ താഴെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വാതിലിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, ഹിജർ ഇസ്മായിൽ നിന്നുകൊണ്ട്, അതുപോലെ മഖാം ഇബ്രാഹിമിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട്, ഇങ്ങനെയുള്ള പ്രത്യേകമായ സ്ഥലങ്ങളിൽ വെച്ച് ദുആ ചെയ്താൽ, അല്ലെങ്കിൽ അറഫ മൈതാനത്ത് ദുൽഹിജ്ജ 9 ളുഹുർ മുതലുള്ള സമയത്ത് ദുആ ചെയ്താൽ പ്രത്യേക ഉത്തരമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ പ്രത്യേകമായിട്ടുള്ള സമയങ്ങൾ, സ്ഥലങ്ങൾ, അതുപോലെ സ്വതക്ക ചെയ്തുകൊണ്ട് ദുആ ചെയ്താൽ, ദുആക്ക് മുമ്പ് ഒരു സ്വതക്ക ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വലാത്തുകൾ ചൊല്ലി അതിനെ തുടർന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏതൊരു ദുആയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും ഹംദും സ്വലാത്തും ഉണ്ടാകുന്നു, കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു. ഇങ്ങനെ ദുആക്ക് നിരവധി മര്യാദകൾ, ആദാബുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദുആയിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം കിട്ടാൻ പഠിപ്പിക്കപ്പെടുന്ന മാർഗങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നമ്മളുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, നല്ല വ്യക്തികളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. കാരണം ഒരാൾ ഒരു സൽക്കർമ്മത്തെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് താല്പര്യപ്പെടുന്നത്? ആ സൽക്കർമ്മം ഞാൻ അള്ളാഹുവിനെ വിധേയപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വിധേയപ്പെടലിൻ്റെ അള്ളാഹുവിനോടുള്ള ആ വണങ്ങലിനെ മുൻനിർത്തിയിട്ടാണ് ചോദിക്കുന്നത്. ഒരു നല്ല വ്യക്തിയെ മുൻനിർത്തിയിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? നമ്മളൊരു പാപിയാണ്, ദുർബലനാണ്, തെറ്റുകാരനാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിച്ചിട്ടുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു സവിശേഷ സ്ഥാനം കൊടുത്ത് ഭൂമിയിൽ പരിഗണിച്ചിട്ടുള്ള സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനോട് മുഖറബായ ആളുകളാണ്. ഉലായിക്കൽ മുഖറബൂൻ എന്ന് പറയപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യുമ്പോഴും അത് അള്ളാഹുവിൻ്റെ ആളുകളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇബാദു സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളായ ആളുകളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അതും അള്ളാഹുവിലേക്ക് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ വിധേയപ്പെടലിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം, വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീലയെ നിങ്ങൾ തേടണം, മാധ്യമങ്ങളെ തേടണം എന്നാണ്. ഇത് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ നമ്മൾ സ്വീകരിക്കണമെന്നാണ്. അപ്പൊ അള്ളാഹുവിലേക്കുള്ള വുസൂലിനെ നമുക്ക് എളുപ്പമാക്കി തരുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതിനെയെല്ലാം സ്വീകരിക്കണമെന്ന ഒരു പൊതുവായ കൽപ്പനയാണിത്. അപ്പൊ അതിൽ സൽക്കർമ്മങ്ങൾ പെടും, സജ്ജനങ്ങൾ പെടും, സദ്വൃത്തരായ ആളുകൾ പെടും, ഇബാദത്തുകൾ പെടും. അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കുവാൻ നമ്മെ സഹായിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരായത്ത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൻ നിസായിൽ 64-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്, വലൗ അന്നഹും യദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയെ, സത്യവിശ്വാസികളായ ആളുകൾ അവരോട് അക്രമം കാണിച്ചാൽ, ഇദ്ദലമു അൻഫുസഹും, അവരുടെ സ്വശരീരത്തോട് അക്രമം കാണിച്ചു കഴിഞ്ഞാൽ, ജാഊക, തിരുദൂതരെ അവർ അങ്ങയുടെ അരികിലേക്ക് വരും. വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു, വലൗ അന്നഹും യദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നബി തങ്ങളോട് പറയാണ്, തിരുദൂതരെ, സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ സ്വന്തം ശരീരത്തോട് എന്തെങ്കിലും അതിക്രമം ചെയ്താൽ, ജാഊക, അവർ തിരുദൂതരെ അങ്ങയുടെ അരികിൽ വരും, ഫസ്തഗ്ഫറുല്ലാഹ, എന്നിട്ട് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും, വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവർക്ക് വേണ്ടി തിരുദൂതരും അള്ളാഹുവിനോട് പാപമോചനം നേടും. അങ്ങനെ ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു അവർക്ക്
പാപമോചനം നൽകുന്നതായി അവർക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഈ ആയത്ത് സത്യവിശ്വാസികളുടെ പാപമോചനത്തിനു വേണ്ടി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ചെന്ന് നബി തങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉദുഊനി അസ്തജിബ് ലക്കും എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹുവിന് ഉത്തരം നൽകണമെങ്കിൽ ഈ അടിമ എവിടെന്ന് ചോദിച്ചാലും പോരെ, എവിടെന്ന് ചോദിച്ചാലും ഉത്തരം കൊടുക്കാമല്ലോ. പക്ഷേ സത്യവിശ്വാസികളായ ആളുകൾ അവരോട് എന്തെങ്കിലും കുറ്റം ചെയ്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണമെങ്കിൽ തിരുദൂതർ അങ്ങയുടെ അരികിൽ വരും എന്ന് പറയേണ്ട കാര്യം എന്താണ്? അവർ തന്നെ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ പോരെ? അല്ലെങ്കിൽ തിരുദൂതർ അങ്ങയുടെ അരികിൽ വരും, എന്നിട്ട് അവരും അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും, അവർക്കു വേണ്ടി നിങ്ങളും നബിയെ ഇസ്തിഗ്ഫാർ ചെയ്യും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പൊ സജ്ജനങ്ങളായ ആളുകൾ മുഖേന നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത് ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അതുകൊണ്ടുള്ള നേട്ടം അതാണ്. അള്ളാഹു തആല പാപമോചനം നൽകും എന്നതാണ്. അപ്പൊ ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ കാര്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ ഒരുപാട് തവണ അവരുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിനോട് ഏത് സമയത്തും ചോദിക്കാം, എവിടെ വെച്ചുകൊണ്ട് ചോദിക്കാം. പക്ഷേ അവൻ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം കിട്ടാൻ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ ഉപയോഗപ്പെടുത്തി അവർ മുഖേന തൻ്റെ കാര്യം അള്ളാഹുവിലേക്ക് എത്തിക്കുക എന്ന ഒരു വഴി സ്വീകരിക്കുന്നത് അള്ളാഹുവിനും പ്രിയമുള്ള കാര്യമാണ്. കാരണം എന്തുകൊണ്ടാ? നമ്മൾ ഈ സ്വാലിഹായ ഒരു വ്യക്തിയെ, ഒരു നബിയെ അല്ലെങ്കിൽ വലിയനെ നമ്മൾ സമീപിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ മുഖറബായതുകൊണ്ടാണ്, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സവിശേഷമായ സ്ഥാനം കിട്ടിയത് കൊണ്ടാണ്. അത് അള്ളാഹുവിനെ പരിഗണിക്കുന്നതിന് തുല്യമാണ്. അത് അള്ളാഹുവിനോടുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെയും മഹബത്തിൻ്റെയും പ്രതിഫലനം കൂടിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇത് പരിചയപ്പെടുത്തിയതും. അല്ലെങ്കിൽ പറയേണ്ടത് എന്താണ്? നബിയെ, വിവരമില്ലാത്ത ആളുകൾ നിങ്ങളുടെ അടുക്കൽ അള്ളാഹിനോടുള്ള ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നബിയെ അങ്ങ് അതിനൊന്നും നിന്നു കൊടുക്കരുത്, ഓരോട് പറയണം ഒറ്റയ്ക്ക് പോയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ എന്ന് പറയണം, എൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല എന്നല്ലേ വിശുദ്ധ ഖുർആൻ തിരുത്തി കൊടുക്കേണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പദവിയെയും സ്ഥാനത്തെയും അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ സത്യവിശ്വാസികൾക്ക് ഈ സ്വലാഹിയ്യത്തിൻ്റെ ഉടമസ്ഥരായ തിരുദൂതർ മുഖേന അള്ളാഹുവിലേക്കുള്ള മാർഗത്തെ കാണിച്ചു തരികയും ചെയ്യാണ്. അതിൻ്റെ ഒരുപാട് നിദർശനങ്ങൾ നമുക്ക് ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാം. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, തിർമിദി റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതർ, എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻ ശിഇത ദഅഉതു വ ഇൻ ശിഇത സ്വബർത ഫഹുവ ഖൈറുൽ ലക. എനിക്ക് വേണമെങ്കിൽ ഞാൻ ദ്വാരം തരാം, പക്ഷേ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. അപ്പോൾ അയാൾ പറഞ്ഞു, തിരുദൂതർ, നിങ്ങൾ ദ്വാരം തരണം, എനിക്കത് മാറി കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് വുളൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം നല്ല വുളൂ എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ദുആ പറഞ്ഞുതരാം, ആ ദുആ നിങ്ങൾ ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ദാ അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യ. എന്താണ് പഠിപ്പിക്കുന്ന ആ ഹദീസിന്റെ താല്പര്യം? എന്താ നോക്കൂ, അർത്ഥം നോക്കൂ. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നത് ബി നബിയ്യിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തിന്റെ പ്രവാചകരായിട്ടുള്ള ഈ തിരുദൂതരെ മുൻനിർത്തിയിട്ട് അല്ലാഹുവേ, നിന്നിലേക്ക് തിരുദൂതരെ കൊണ്ട് ഞാൻ എന്നിലേക്ക് മുന്നിടുകയാണ്. എന്നിട്ട് പറയുന്നു, യാ മുഹമ്മദ്, ഓ തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ഖദ് തവജ്ജഹ്തു ബിക, നിങ്ങൾ മുഖേന ഞാൻ ഇതാ മുന്നിടുന്നു, ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക്, ഫി ഹാജത്തി ഹാദിഹി, എൻ്റെ ഈ കാര്യം നിറവേറാൻ വേണ്ടി, അത് നിറവേറി കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങൾ മുഖേന അള്ളാഹുവിലേക്ക് ഞാൻ മുന്നിടുകയാണ്. അതുകൊണ്ട് അള്ളാഹുവെ, എൻ്റെ കാര്യത്തിൽ തിരുദൂതരുടെ ശുപാർശ ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പഠിപ്പിക്കുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇങ്ങനെ പറഞ്ഞാൽ പോരെ?
അള്ളാഹുവിനോട് വുളു എടുത്ത് അള്ളാഹുവിനോട് ദ്വാരക്ക്, അള്ളാഹുവേ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നീ മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ പോരെ? അള്ളാഹുവിനിപ്പോൾ ഡിമാൻഡുകളൊന്നുമില്ലല്ലോ. ഉദൂനി അസ്തജിബുലക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, ദ്വാരന്നോളും ഞാൻ തരാമെന്നല്ലേ. അവിടെ ഡിമാൻഡുകളൊന്നുമില്ലല്ലോ അള്ളാഹുവിന്. പക്ഷേ നബി തങ്ങൾ എന്നിട്ട് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാതിരുന്നത്? അള്ളാഹുവേ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മാറ്റിത്തരണേ എന്നല്ലേ ഒരു അടിമ അള്ളാഹുവിനോട് പറയേണ്ടതുള്ളൂ. അവിടെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ദുആയിനെ പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു ആവശ്യ പൂർത്തീകരണത്തിന് ശുപാർശക്കായിട്ട് ഒരാൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അദ്ദേഹത്തിൻ്റെ ആവശ്യ പൂർത്തീകരണം അള്ളാഹുവിലേക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ അള്ളാഹുവിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ മാർഗമാണ് ഈ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഹദീസിനെ നിരവധി പണ്ഡിതന്മാർ ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള ഈ ദുആഇനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അല്ലെങ്കിൽ സ്വലാഹിയത്തുള്ള ആളുകൾ മുഖേനയുള്ള ഈ ദുആഇൻ്റെ പ്രാമാണികതയെ സൂചിപ്പിച്ചുകൊണ്ട് നിരവധി പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രസിദ്ധമായൊരു സംഭവം കൂടി ഉണ്ട്. ഇപ്പം അബു സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു, ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്. മഹാനവറുകൾ പറയാണ്, ആരെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വചനമാണിത്. എന്താണത്? ആരെങ്കിലും ഒരാൾ നിസ്കാരത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അയാൾ ഇങ്ങനെ ദുആ ചെയ്യണം: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സായിലിന അലൈക വബിഹഖി മംശായ. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബിഹഖി സായിലിന അലൈക, അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നവരുടെ ഹക്ക് കൊണ്ട്. അല്ലാഹുവിനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ വാങ്ങുന്ന വളരെ വലിയ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ അടിയാറുകൾ ഈ ഭൂമിയിലുണ്ട്. അവരുടെ ഹക്ക് കൊണ്ട് റബ്ബെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. വബിഹഖി മംശായ, ഞാൻ നിസ്കാരത്തിലേക്കുള്ള എൻ്റെ ഒരു നടത്തമാണിത്, അതൊരു സൽക്കർമ്മമാണ്, ആ സൽക്കർമ്മത്തിൻ്റെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്നാണ്. ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇതിന് ശേഷവും പിന്നെ ദിക്ർ, ആ ഒരു ദിക്ർ ദുആ ദീർഘമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ഉള്ള പിന്നെ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വക്കലല്ലാഹു ബിഹി 70,000 മലക്കിൻ, 70,000 മലക്കുകൾ അല്ലാഹു തആല അയാൾക്ക് നിശ്ചയിച്ചു കൊടുക്കുകയും ആ മലക്കുകൾ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് വരെയുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ സവിശേഷമായ അനുഗ്രഹവും കാവലും അയാൾക്ക് ഉണ്ടാകുമെന്നൊക്കെ ഉള്ള വിശദീകരണങ്ങൾ ആ ഹദീസിൽ തന്നെ കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പോകുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അള്ളാഹുവെ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്, ഇജ്ജ് എനിക്ക് എല്ലാ കാവലും തരണേ എന്ന് പറഞ്ഞാൽ പോരെ? ബിഹഖി സായിലീന അലൈക, നിന്നോട് ചോദിക്കുന്ന ആളുകളുടെ ഹക്ക് കൊണ്ട്, ഞാൻ ഈ നടന്നു പോകുന്നതിൻ്റെ നടത്തത്തിൻ്റെ ഹക്ക് കൊണ്ട്, ഇങ്ങനെ ഒരു സദ്വൃത്തരായ ആളുകളെയും സൽക്കർമ്മത്തെയും ഒക്കെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം എന്നൊരു ഡിമാൻഡ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? അത് നമ്മൾ ചോദിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമായിട്ട് പഠിപ്പിക്കപ്പെടുകയാണ്. ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ നിരവധി പണ്ഡിതന്മാർ, ഹാഫിദുൽ ബഗവിയെ പോലെയുള്ള, അബുൽ ഹസൻ മഖ്ദിസിയെ പോലെയുള്ള, ഹാഫിദ് ദിമിയാത്തിയെ പോലെയുള്ള, ഹാഫിദ് ഇറാഖിയെ പോലെയുള്ള, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുമുള്ള, ഈ മഹാന്മാരൊക്കെ സൽക്കർമ്മങ്ങളെ കൊണ്ടും സദ്വൃത്തരെ കൊണ്ടും അള്ളാഹുവിനോട് തവസ്സുലാക്കി ദുആ ചെയ്യുന്നതിൻ്റെ പ്രാമാണികതയായി ഈ ഹദീസിനെ നിരവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ ഹാഫിദുകളൊക്കെ ഇത് സ്വഹീഹാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടോ, ഇതിൻ്റെ ഈ ഒരു പ്രാമാണികത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേകം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടാകും അള്ളാഹുവിനോട്. ആ ചോദിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഇതുപോലെയുള്ള വ്യത്യസ്തമായ ആദാബുകൾ പരിശീലിച്ചാൽ ആ ആദാബുകൾ നമ്മളുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ വലിയ കാരണമായിരിക്കും. അതിന് വുളു എടുത്തുകൊണ്ട് ദുആ ചെയ്യുക, നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യുക, സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക, അള്ളാഹുവിലേക്കുള്ള വസീലകളെ തിരഞ്ഞെടുക്കുക തുടങ്ങിയ വ്യത്യസ്തമായ മാർഗങ്ങൾ നമുക്കതിന് സ്വീകരിക്കാം. അങ്ങനെ ഇഖ്ലാസോടുകൂടി മുതവാദിആയി വളരെ ഖുശൂഅോടുകൂടിയുള്ള ദുആകൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.